ഭാരതാംബ വിവാദത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പദവിയിൽ തുടരാമെന്നും അതിന് തടസ്സങ്ങളില്ലെന്നും മന്ത്രി ആർ ബിന്ദു. നിലവിലെ നടപടി നിയമവിരുദ്ധമാണെന്നും നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും മന്ത്രി വിശദമാക്കി. വിസിയുടേത് അധികാര ദുർവിനിയോഗമാണെന്നും മന്ത്രി വിമർശിച്ചു. നിയമോപദേശം തേടിയ ശേഷം സർക്കാർ കോടതിയെ സമീപിക്കുമെന്നും ആർ ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. അപ്പൊ സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ആശയമണ്ഡലം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെയെല്ലാം സംഘപരിവാര ശക്തികൾ ഉപയോഗപ്പെടുത്താണ്. അതിൻ്റെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ തങ്ങളുടെ കിങ്കരന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ബൗദ്ധികമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വളരെയധികം മതനിരപേക്ഷതാ ബോധം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സർവകലാശാലകളിലും ഇത്തരത്തിൽ ഒരു ഇൻഫിൽട്രേഷൻ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതാംബ കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് കൗശലപൂർവ്വം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം. കാവിക്കൊടിയേന്തി